ഹായ് ഓൾ. നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഇമോഷൻസിന് അടിമപ്പെട്ട ആളുകളാണല്ലേ. നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകത തന്നെ ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഉള്ള ഇമോഷൻസിനെ നമ്മൾക്ക് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ടോ എന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ ഇമോഷൻസിനോടൊപ്പം തന്നെ മറ്റുള്ളവർ ഇമോഷൻസ് മനസ്സിലാക്കാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഏതൊരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നതാണ്. പല ആളുകൾക്കും ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും പല മേഖലയിലും സക്സസ് ആവാൻ സാധിക്കാത്തത് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, സ്ഥലകാല ബോധമില്ലാതെ പലതരത്തിലും പൊട്ടിത്തെറിക്കുന്നവരും ആരോട് ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നറിയാതെ ഷൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് പൊതുവേദിയിലാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ വെച്ചിട്ടാണ്, മറ്റുള്ളവർ മുൻപിൽ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് അല്ലെ. നമ്മൾ ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലെ. പക്ഷെ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഈ ഒരു ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മറ്റൊരുപാട് ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരിക്കുന്നുണ്ടോ. ആ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് വലിയ രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ എപ്പോഴും സെൽഫ് അവയർനെസ് ഉള്ള ആളുകളായിരിക്കും. അതായത് സ്വയം തിരിച്ചറിയാനും നമ്മളുടെ ശക്തി എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവർക്ക് സോഷ്യൽ സ്കില്ല് വളരെ അധികമായിരിക്കും. അപ്പോൾ സോഷ്യൽ സ്കില്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, നമ്മൾ പലരും പലതരത്തിലുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ആളുകളാണല്ലേ. പക്ഷെ ഈ ക്രിയേറ്റ് ചെയ്ത ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരുപക്ഷെ ഇല്ലായിരിക്കും അല്ലെ. അത് നമ്മളുടെ ഈ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ എപ്പോഴാണെന്നോ എവിടെയാണെന്നോ ഇല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ നമ്മളെ പ്രിയപ്പെട്ട ആളുകളോടോ നമ്മൾ പെരുമാറുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അല്ലെ. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചെന്ന് വരാം അല്ലെ. ഇതൊക്കെ ഇഷ്ടപ്പെടാതെ, നമ്മളുടെ ഈ ഒരു സ്വഭാവ രീതി ഇഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ അടുത്ത് നിന്നും അകന്നു പോയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഇനി ഇവർ കണ്ടുവരുന്ന മറ്റൊരു ഗുണമാണ് എമ്പതി. അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കും പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് അല്ലെ. പക്ഷെ ഒരിക്കലും നമ്മൾ പറയുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, അത് അവരുടെ ഇമോഷൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പോലും ചിന്തിക്കാറില്ല അല്ലെ. അപ്പോൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത നമ്മുടെ ചിന്താഗതി പോലെ തന്നെ മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പല തീരുമാനങ്ങളും അവരെടുക്കുന്നത്. ഇനി ഇവർക്ക് എപ്പോഴും സെൽഫ് റെഗുലേഷൻസ് ഉള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. നമ്മളിപ്പോൾ വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തോടു കൂടിയായിരിക്കും അവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നത് അല്ലെ. നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ അല്ലെ. പക്ഷേ ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണെങ്കിലോ ഏതൊരു മോശപ്പെട്ട ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ഇമോഷനിലൂടെ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്കുള്ളത്. അപ്പൊ ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഏത് മേഖലയിലും വളരെ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു.